നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഏറ്റവും കുറഞ്ഞ ടെൻഡറിൽ ചില വസ്തുക്കളുടെ വില ഡോളറിൽ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം? ശ്രദ്ധിക്കുക, നമ്മൾ ടെൻഡർ തന്നു. ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് രേഖപ്പെടുത്തിയ കമ്പനി അല്ലെ വ്യക്തി ചില സാധനങ്ങളുടെ വില ഡോളറിൽ അടയാളപ്പെടുത്തി. ഡോളറിലാണ് പറഞ്ഞു, ഇന്ത്യൻ കറൻസിയിലല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് ചോദ്യം. അപ്പോ അതിന്റെ ആൻസർ മറ്റേതെങ്കിലും കറൻസിയിലുള്ള ടെൻഡറുകൾ നിരസിക്കപ്പെടാൻ സാധ്യതയുള്ള ടെൻഡർ നിരസിക്കുക എന്നാണ്. റിജക്ട് ദ ടെൻഡർ സിൻസ് ടെൻഡേഴ്സ് ഇൻ എനി അതർ കറൻസി വേർ ലയബിൾ ടു റിജക്ഷൻ. അപ്പോ സാധാരണഗതിയിൽ സർക്കാർ ടെൻഡർ നടപടികളിൽ പൊതുവെ എല്ലാ തുകയും ഇന്ത്യൻ കറൻസിയിലാണ് ശരിക്കും കോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ വിദേശ കറൻസികളിൽ വില രേഖപ്പെടുത്തുന്നത് ശരിക്കും ചട്ടങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ഇത്തരം ടെൻഡറുകൾ റിജക്റ്റ് ചെയ്യാം. അതാണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം: ഒരു മുന്നറിയിപ്പ് സ്ലിപ്പ് നൽകുന്ന ഒഴിവാക്കാനാവാത്ത അധിക ചെലവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, വാണിംഗ് സ്ലിപ്പ് നൽകുന്ന അക്കൗണ്ടന്റ് ജനറലാണ്. അപ്പോ അത് നൽകുന്ന ഒഴിവാക്കാനാവാത്ത അധിക ചെലവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോ അതില് അധിക ചെലവിന് ശരിയായ വിശദീകരണത്തോടെ സ്ലിപ്പ് തിരികെ നൽകുക എന്നുള്ളതാണ് ഒരു മാർഗം. നമുക്ക് ഒരു അധികം ചെലവ് വന്നു, അപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ഒരു വാണിംഗ് സ്ലിപ്പ് തന്നു. അങ്ങനെ സ്ലിപ്പ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ അധിക ചെലവിന് ശരിയായ വിശദീകരണത്തോടെ സ്ലിപ്പ് തിരികെ നൽകുക. എന്തുകൊണ്ടാണ് ഈ എക്സസ് എക്സ്പെൻഡിച്ചർ വന്നത് എന്നതിന് കാരണം ബോധിപ്പിച്ചുകൊണ്ട് ഈ സ്ലിപ്പ് തിരികെ നൽകുക. 2, ഒരു സപ്ലിമെന്ററി അപ്രോപ്രിയേഷനിലൂടെ അധിക തുക ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ദ എക്സസ് ബൈ എ സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ. ഒരു സപ്ലിമെന്ററി അപ്രോപ്രിയേഷന് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തില് ഒരു മുന്നറിയിപ്പ് സ്ലിപ്പ് ലഭിക്കുമ്പോൾ ഉള്ള 2 നടപടികളാണ്. ഈ 2 നടപടികളാണ് ശരി. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. എയും ബിയും എന്നാണ് ആൻസർ. അപ്പൊ എ പറയുന്നത് ഈ അധിക ചെലവ് സ്ലിപ്പ് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അധിക ചെലവ് എന്തിനാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ശരിയായ വിശദീകരണത്തോടു കൂടി വേണം ആ സ്ലിപ്പ് തിരികെ നൽകാൻ. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധിക തുക ഒരു സപ്ലിമെന്ററി അപ്രോപ്രിയേഷൻ വഴി ക്രമീകരിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം: ഒരു ട്രഷറി ഓഫീസർ ഒരു ശമ്പള ബില്ലിൽ അധിക തുക പാസ്സാക്കുന്നതിന് ബാധ്യസ്ഥനാണോ? അത് ചോദ്യം ഡിലീറ്റഡ് ആണ്, വിട്ടു. അടുത്ത ചോദ്യം: ചെലവിന്റെ സ്വഭാവം, രൂപം അല്ലെങ്കിൽ ലക്ഷ്യം കാണിക്കുന്ന സർക്കാർ അക്കൗണ്ട് ഹെഡ് ആണ്. ദ ഹെഡ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട് വിച്ച് ഷോസ് നാച്ചർ, ഫോം ഓർ ഒബ്ജക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. ലക്ഷ്യമുണ്ട്, ഹെഡ് ഓഫ് അക്കൗണ്ടിന് ലക്ഷ്യമുണ്ട്. സ്വഭാവം, അതിന്റെ രൂപം, അതിന്റെ ലക്ഷ്യം കാണിക്കുന്ന സർക്കാർ അക്കൗണ്ട് ഹെഡ് ഏതാണെന്ന്. ഈ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒബ്ജക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ആ ഒബ്ജക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആൻസറും ഉണ്ട്. ഒബ്ജക്ട് ഹെഡ് എന്നാണ് അതിന്റെ ശരിയായ പേര്, ഒബ്ജക്ട് ഹെഡ്. അല്ലാതെ അതിന് അതാണ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഇൻ ദി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിലെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് എന്നാണ് അതിന്റെ ആൻസർ. ദ ഹെഡ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്. പിന്നെ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ സർക്കാർ അക്കൗണ്ട് ക്ലാസിഫിക്കേഷനിൽ, ഈ ക്ലാസിഫിക്കേഷനിൽ 5 ടയർ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ 5 ടയർ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സ്വഭാവവും രൂപവും ലക്ഷ്യവും വ്യക്തമാക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെ അടിസ്ഥാനപരമായ യൂണിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഹെഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഹെഡ് ആണ്. ഇപ്പൊ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിലെ ഏറ്റവും ചെറിയ ഘടകം കൂടിയാണിത്. അതിനാണ് നമ്മൾ ലോവസ്റ്റ് യൂണിറ്റ് ഇൻ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അത് ഡീറ്റെയിൽഡ് ഹെഡ് ആണ്, അഥവാ അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഒബ്ജക്റ്റ് ഹെഡ്. ഓക്കെ, അടുത്ത ചോദ്യം:
ഓഡിറ്റ് എതിർപ്പുകൾ പരിഹരിക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് കാലതാമസം വരുത്തിയാൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും? If an officer repeatedly delays the clearing audit objections, what action will the government take? ഒരു തുടർച്ചയായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഓഡിറ്റ് ഒബ്ജക്ഷനിൽ മറുപടി തരുന്നില്ല, അത് പരിഹരിക്കുന്നില്ല, എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ശമ്പളം തടയണം. അത്തരം ഉദ്യോഗസ്ഥന്റെ ശമ്പളം തടയണം എന്നതാണ് ആൻസർ. അപ്പോ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് നിരന്തരമായിട്ട് ക്ലിയർ ചെയ്യാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ ശമ്പളം നിർത്തലാക്കുകയാണ് തൽക്കാലം. അപ്പൊ സ്റ്റോപ്പേജ് ഓഫ് ഹിസ് പേ. ആൻസർ ശമ്പളം തടയുക, അല്ലെ സ്റ്റോപ്പേജ് ഓഫ് ഹിസ് പേ എന്നാണ്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാർക്ക് TA അഡ്വാൻസ് അനുവദിക്കുന്നത് ആരാണ്? ഗസറ്റഡ് ഓഫീസർമാർക്ക് TA അഡ്വാൻസ് അനുവദിക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ വകുപ്പ് മേധാവിയാണ്. അതാണ് ആൻസർ. വകുപ്പ് മേധാവിയാണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻസർ എന്നാണ്. അപ്പൊ ഞാനിവിടെ ഈ ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ പറയുന്നില്ല, തുടർച്ചയായിട്ട് അതിന്റെ ആൻസർ അങ്ങ് പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം കേട്ടോ. ഓപ്ഷൻ സി എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പിന്നെ അത് നോക്കേണ്ടി വരും, അതുകൊണ്ട് അതും കൂടി പറയാത്തത്. അടുത്ത ചോദ്യം, ഒരു ഡ്രോയിങ് ഓഫീസർ തന്റെ സഹകരണ കുടിശ്ശികൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം ശമ്പളം വാങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലായോ? If a drawing officer intentionally does not draw his pay to avoid his cooperative dues, what should be done? അതായത് ഒരു ഡ്രോയിങ് ഓഫീസർ തന്റെ സഹകരണ കുടിശ്ശികൾ ഒഴിവാക്കാൻ വേണ്ടി, കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് കുറെ അടയ്ക്കാനുണ്ട്, കുടിശ്ശിക റിക്കവറി ആയിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ശമ്പളം വാങ്ങിയാൽ അത് ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അപ്പോൾ അയാൾ അത് ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം തൽക്കാലം ശമ്പളം വാങ്ങാതിരിക്കുക. നല്ല ഇടമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹകരണ സംഘങ്ങളിൽ നിന്നോ മറ്റോ എടുത്ത വായ്പകളുടെ തിരിച്ചടവ് ഒഴിവാക്കാനായിട്ട് മനഃപൂർവ്വം ശമ്പളം മാറാതെ നിൽക്കുന്ന അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യണം? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അല്ലെ വകുപ്പ് മേധാവിക്ക് അതിനുള്ള അധികാരമുണ്ട്. അത്തരം വകുപ്പ് മേധാവി എന്ത് ചെയ്യണം? നേരിട്ട് ആ ഉദ്യോഗസ്ഥന്റെ ശമ്പളം ഡ്രോ ചെയ്ത് ബന്ധപ്പെട്ട കുടിശ്ശിക അടച്ചു തീർക്കണം. അതാണ് ഫിനാൻഷ്യൽ കോഡിൽ പറയുന്നത്. അപ്പൊ അത് ശമ്പളം വാങ്ങാതിരുന്നിട്ട് റിക്കവറി തടയാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ആ ശമ്പളം, ഇദ്ദേഹത്തിന്റെ ഗസറ്റഡ് ഓഫീസറുടെ ശമ്പളം ഡ്രോയിങ് ഓഫീസറുടെ ശമ്പളം വിഡ്രോ ചെയ്ത് കുടിശ്ശിക അടയ്ക്കാനുള്ള പവർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. അടുത്ത ചോദ്യം, can an officer reject an application for legally entitled refund of revenue? അതായത് നിയമപരമായി അർഹതയുള്ള റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ ഒരു ഉദ്യോഗസ്ഥന് നിരസിക്കാൻ സാധിക്കുമോ? അതിന്റെ വിശദീകരണം, അതിന്റെ ആൻസർ, ഒരു നിയമം മൂലം വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നിരസിക്കാൻ സാധിക്കും. യെസ്, ഇഫ് ഇറ്റ് ഈസ് ഡീബാർഡ് ബൈ ലോ. അതിന്റെ ആൻസർ, നിയമപരമായി അർഹതയുള്ള റവന്യൂ റീഫണ്ടിനുള്ള അപേക്ഷ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തരുന്നില്ല, നിരസിച്ചു, അങ്ങനെ പറ്റുമെന്നാ ചോദ്യം. പറ്റും എന്നാണ് ഉത്തരം. പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ റവന്യൂ റീഫണ്ട് നിയമം മൂലം തൽക്കാലം കൊടുക്കേണ്ടതില്ല, വിലക്കിയിട്ടുണ്ടെങ്കിൽ ഡീബാർഡ് ബൈ ലോ, ആ ഉദ്യോഗസ്ഥന് അപേക്ഷ നിരസിക്കാൻ അധികാരമുണ്ട്. ഓക്കെ. ഗസറ്റഡ് തസ്തികയിൽ അടുത്ത ചോദ്യം, ജോലി ചെയ്യുന്ന ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ സർവീസ് ബുക്ക് ആരാണ് സൂക്ഷിക്കേണ്ടത്? ഗസറ്റഡ് തസ്തികയിൽ ജോലി ചെയ്യാണ് ഒരു ഉദ്യോഗസ്ഥൻ, നോൺ ഗസറ്റഡ് ഓഫീസറുടെ ആണ്. ഏതാ ചോദ്യം? മനസ്സിലായോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൂ ഷാൽ കീപ് ദ സർവീസ് ബുക്ക് ഓഫ് എ നോൺ ഗസറ്റഡ് ഓഫീസർ ഹൂ ഈസ് ഒഫീഷ്യേറ്റിംഗ് ഇൻ എ ഗസറ്റഡ് പോസ്റ്റ്? അതായത് അയാൾ ഇപ്പൊ ജോലി ചെയ്യുന്നത് ഒരു ഗസറ്റഡ് തസ്തികയിലാണ്, പക്ഷെ അയാൾ ഗസറ്റഡ് ഓഫീസർ അല്ല. അയാൾ നോൺ ഗസറ്റഡ് ഓഫീസർ തന്നെ, താൽക്കാലികമായിട്ട് ഗസറ്റഡ് തസ്തികയിൽ ജോലി ചെയ്യാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ സർവീസ് ബുക്ക് ആരാണ് സൂക്ഷിക്കേണ്ടത്, എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അയാളുടെ ഉത്തരം പറയുമ്പോൾ എന്താ വെച്ചാൽ അയാളുടെ കാറ്റഗറി ശരിക്കും ഇപ്പൊ നോൺ ഗസറ്റഡ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫ് ഓഫീസ്, വേർ ദ ഓഫീസർ ഈസ് പെർമനന്റ്ലി ബിലോങ്സ്,
ആൻസർ ഡി ആണ്. സ്ഥിരമായി ആ ഉദ്യോഗസ്ഥൻ ഏത് ഹെഡ് ഓഫ് ഓഫീസിന്റെ കീഴിലായിരുന്നുവോ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കും സൂക്ഷിക്കേണ്ടത്. ഇത് എ ജിയിലേക്ക് പോകേണ്ടതില്ല, കാരണം ഇയാൾ ഒരു ഗസറ്റഡ് ഓഫീസർ അല്ല. ഇവിടെ മലയാളത്തിൽ വരുമ്പോൾ അതിന്റെ ആൻസറിൽ കുറെ കുഴപ്പമുണ്ട്. ഉദ്യോഗസ്ഥൻ സ്ഥിരമായി താമസിക്കുന്ന ഓഫീസ് മേധാവി എന്നൊക്കെയാ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് ശരിയല്ല. അതിന്റെ കറക്റ്റ് അത് മലയാളീകരിച്ചപ്പോൾ ഉള്ള പ്രശ്നമാണ്. അത് ഹെഡ് ഓഫ് ഓഫീസ് വേർ ദ ഓഫീസർ ഈസ് പെർമനന്റ്ലി ബിലോങ്സ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ അതിന്റെ മലയാളം യഥാർത്ഥത്തിൽ മലയാളം പറയാൻ എന്താ വേണം? ഉദ്യോഗസ്ഥന്റെ സ്ഥിരമായ ഓഫീസ് മേധാവി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. The scrutiny of controlling officer is needed in the case of bills of കൺട്രോളിംഗ് ഓഫീസറുടെ ബില്ലുകളുടെ കാര്യത്തിൽ കൺട്രോളിംഗ് ഓഫീസറുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. എങ്ങനെയുള്ള ബില്ലുകൾക്കാണെന്നാണ് ചോദ്യം. എങ്ങനെയുള്ള ബില്ലുകൾക്കാണ് കൺട്രോളിംഗ് ഓഫീസറുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമുള്ളത്? അതാണ് ഇവിടെ ചോദ്യം. അത് കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ്, കണ്ടിൻജന്റ് ബില്ലുകൾ, കൗണ്ടർ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടിൻജന്റ് ബില്ലുകൾ എന്നാണ് ഉത്തരം. കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ്. അപ്പൊ എന്താ അതിന്റെ ആൻസർ? എന്താ? ചില കണ്ടിൻജന്റ് ബില്ലുകൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ കൺട്രോളിംഗ് ഓഫീസർ ഓർ ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസർ ഒക്കെ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടിൻജന്റ് ബില്ലുകൾ എന്ത് ചെയ്യണം? കൺട്രോളിംഗ് ഓഫീസർ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പോലീസ് വകുപ്പിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടത് എന്തൊക്കെയാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഏത് സാധനം വാങ്ങണമെങ്കിലും നമ്മൾ മനസ്സിലാക്കിക്കോ, അതിൽ ഒന്ന് കേരള ഫിനാൻഷ്യൽ കോഡാണ്. ഏത് പർച്ചേസ് ചെയ്താലും അതിന്റെ റൂള് കാര്യങ്ങളൊക്കെ ഒരെണ്ണം കേരള ഫിനാൻഷ്യൽ കോഡാണ്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് പോലീസ് മാനുവലും അവർ പാലിക്കണം. അപ്പൊ ഇവിടെ ആൻസർ, അതുകൊണ്ട് ആൻസർ KFC ആൻഡ് പോലീസ് മാനുവൽ എന്നാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ എയും പിന്നെ ബിയും ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പൊ ഓപ്ഷൻ എയിൽ തന്നെ ഇവിടെ KFCയും പോലീസ് മാനുവലും ഒന്നും ഉണ്ട്. പിന്നെ ബിയിൽ പോലീസ് മാനുവൽ ഒന്നും വേറെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, കിടക്കട്ടെ. അപ്പൊ എയും ശരിയാണ്, ബിയും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്. KFCയും പോലീസ് മാനുവലും നിർബന്ധമായിട്ടും പാലിച്ചിട്ട് മാത്രമേ പോലീസ് വകുപ്പിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് ഉദ്യോഗസ്ഥൻ ആ റൂൾസ് പാലിക്കണം. അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ നിയുക്ത സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥ പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ നിയുക്ത സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥ പ്രകാരമാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് ആര്? കേന്ദ്രം. എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പോ ഈ കേന്ദ്ര സർക്കാരിന്റെ അധികാരമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥയോ അനുസരിച്ച് സംസ്ഥാന സർക്കാർ വഴി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ബാധകമാകുന്നത് സംസ്ഥാനത്തിന്റെ നിയമങ്ങളോ ചട്ടങ്ങളോ ഇപ്പൊ KFC പോലെയുള്ള ഒന്നുമല്ല. പകരം ആ കേന്ദ്ര വ്യവസ്ഥയ്ക്ക് കീഴിൽ വരുന്നതിനാൽ അവ നിയന്ത്രിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ കോഡ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കോഡ് അനുസരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെൻട്രൽ ഗവൺമെന്റ് കോഡ് അഥവാ കേന്ദ്ര സർക്കാർ കോഡ്. ഓക്കെ, അടുത്ത ചോദ്യം. പാർട്ട് 3 ഗവൺമെന്റ് അക്കൗണ്ടീസ്. പാർട്ട് 3 ഗവൺമെന്റ് അക്കൗണ്ടീസ്. ഗവൺമെന്റ് അക്കൗണ്ടുകളിലെ പാർട്ട് 3 ഏതാണെന്ന്, അതായത് ആ ക്രമത്തിൽ തന്നെ ആൻസർ കൊടുത്തിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് പാർട്ട് 1 ആണ്, കണ്ടിൻജൻസി ഫണ്ട് പാർട്ട് 2 ആണ്, പബ്ലിക് അക്കൗണ്ട് പാർട്ട് 3 ആണ്. അപ്പൊ പാർട്ട് 3 അവിടെ ചോദിച്ചിരിക്കുന്നത്. പാർട്ട് 3 ഗവൺമെന്റ് അക്കൗണ്ട് എന്താണെന്നാണ് ചോദ്യം. അത് ഒന്നുമില്ല, പബ്ലിക് അക്കൗണ്ട് ആണ്. പാർട്ട് 3 കണ്ടിൻജന്റ് അക്കൗണ്ട്, പിന്നെ ഗവൺമെന്റ് അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണേ. പാർട്ട് 1 എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് അക്കൗണ്ട്, പാർട്ട് 2 എന്ന് പറയുന്നത് കണ്ടിൻജൻസി ഫണ്ട്, പാർട്ട് 3 എന്ന് പറയുന്നതാണ് പബ്ലിക് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം.
6 വർഷത്തിന് ശേഷം ഉദ്യോഗസ്ഥൻ റെസീറ്റ് ബുക്കുകളുടെ കൗണ്ടർ ഫോയിലുകൾ നശിപ്പിച്ചു. തന്റെ നടപടികളെ ന്യായീകരിക്കാൻ അദ്ദേഹം എന്ത് മുൻകരുതൽ എടുക്കണമായിരുന്നു? ചോദ്യം മനസ്സിലായല്ലോ. റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിൽ ശരിക്കും 6 വർഷം കഴിഞ്ഞാൽ നശിപ്പിക്കാം. അത് അദ്ദേഹം നശിപ്പിച്ചു. പക്ഷെ ആ നശിപ്പിച്ചത് അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മുൻകരുതൽ കൂടി എടുക്കണമായിരുന്നു. എന്താണ് അത് എന്നാ ചോദ്യം. അതിന്റെ ആൻസർ, നശിപ്പിച്ച റെസീറ്റ് ബുക്കുകളുടെ പൂർണ്ണ വിവരങ്ങൾ തയ്യാറാക്കി സ്ഥിരമായി സൂക്ഷിക്കണം. നമുക്ക് ഏത് ഫയലുകളോ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഏത് ഫയലോ മറ്റു കാര്യങ്ങൾ എന്തായാലും ശരി, നമ്മൾ നശിപ്പിക്കുമ്പോൾ അത് നശിപ്പിച്ചോ കുഴപ്പമില്ല, അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് നശിപ്പിക്കാം. പക്ഷെ എന്തൊക്കെ നമ്മൾ നശിപ്പിച്ചു എന്നത് അതിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി സ്ഥിരമായിട്ട് സൂക്ഷിച്ചിരിക്കണം ഒരു രജിസ്റ്ററിൽ. ഓക്കെ. നശിപ്പിച്ച റെസീറ്റ് ബുക്കുകളുടെ പൂർണ്ണ വിവരങ്ങൾ, അത് റെസീറ്റ് ബുക്കുകളുടെ കാര്യം മാത്രമല്ല, ഏത് ഫയല് നമ്മൾ നശിപ്പിച്ചാലും ശരി, ആ നശിപ്പിച്ച ഫയലുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി തയ്യാറാക്കി സ്ഥിരമായി സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അഡ്വാൻസുകൾ ഡാഷ് വഴി ഈടാക്കണം. അതാണ് പറഞ്ഞത് കേട്ടോ. അഡ്വാൻസസ് ഫോർ ദ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ്സ് വിൽ ബി റിക്കവേർഡ്. ചോദ്യം മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. അതായത് കയ്യേറ്റങ്ങൾ ഇപ്പോ ഒരു സ്വകാര്യ വ്യക്തി സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി, ഒരു ചെറിയ കെട്ടിടം വെച്ചു എന്ന് വെച്ചോ. അപ്പോ അത് കയ്യേറ്റമാണ്, അല്ലെ എൻക്രോച്ച്മെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇയാളോട് അത് പറഞ്ഞു, നിങ്ങൾ അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. അപ്പോ എന്ത് ചെയ്യും? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ സംഗതി പൊളിച്ചു മാറ്റും. അങ്ങനെ പൊളിച്ചു മാറ്റാൻ എന്ത് വേണം? ജീവനക്കാർ വരണം, കൂലിക്കാർ വരണം, ബുൾഡോസർ വേണം, JCB വേണം. ഇതൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം ഇടിച്ച് നേരത്തെ എല്ലാം റെഡിയാക്കി കൂലിക്കാരെയൊക്കെ ഉപയോഗിച്ചു. എന്നിട്ട് ആ പണം തഹസിൽദാർ കൊടുത്തു. റവന്യൂവിന്റെ ഒരു ഹെഡായ തഹസിൽദാർ ആ പണം കൊടുത്തു അവർക്ക്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണമെന്നാ KFC പറയുന്നത്? അതായത് ഈ ചെലവായ ഈ പണം, അത് തഹസിൽദാർ അതിനു വേണ്ടി മുൻകൂർ പണം കൊടുത്തു, ചെലവായ പണം പാർട്ടിയിൽ നിന്ന് ഈടാക്കണമെന്നാ. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി വന്ന പണം പാർട്ടിയിൽ നിന്ന് ഈടാക്കണം, ആ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈടാക്കണം. അതിനാണ് ഇവിടെ റിക്കവേർഡ് ബൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആരാണ് ഈ പണം, ഈ ചെലവായ പണം റിക്കവറി നടത്തേണ്ട ഓഫീസർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വില്ലേജ് ഓഫീസറാണ്. ക്ലിയർ അല്ലേ ആൻസർ? അപ്പൊ റിക്കവറി നടത്തേണ്ടത്, എൻക്രോച്ച്മെന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ദ അഡ്വാൻസസ് ഫോർ ദ റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ്സ് വിൽ ബി റിക്കവേർഡ് ബൈ വില്ലേജ് ഓഫീസർ. ആൻസർ വില്ലേജ് ഓഫീസർ എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സെക്യൂരിറ്റി ഡാഷ് രൂപത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ബോണ്ടിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഗവൺമെന്റിൽ ലോൺ എടുക്കുമ്പോൾ സെക്യൂരിറ്റികൾ നൽകാറുണ്ട്. അഡ്വാൻസോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ ഒരു കരാർ എടുക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു. അത് സെക്യൂരിറ്റി, ആ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, NSEയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തായി കൊടുത്തു? അത് രേഖപ്പെടുത്തി കൊടുത്തു, ഓതറൈസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് കൊടുത്താൽ എന്ത് വേണ്ട? സെക്യൂരിറ്റിയിൽ പിന്നെ രജിസ്ട്രേഷൻ വേണ്ട. ക്യാഷ് ആയിട്ട് കൊടുത്തു, രജിസ്ട്രേഷൻ വേണ്ട. അല്ലെ മറ്റെന്തെങ്കിലും പിന്നെ ഈ ഇതിന് പകരമായിട്ടുള്ള, ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ, അല്ല നമ്മൾ ആ പിന്നെ ലോണ് അഡ്വാൻസ് എടുക്കുന്നതിന് നമ്മൾ ഒരു വീടും സ്ഥലവുമാണ്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണ്. വീടും സ്ഥലവും കൊടുത്താൽ നമ്മൾ അതിന്റെ ആധാരം കൊണ്ട് കൊടുത്താൽ പോരാ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ആധാരം കൊണ്ടുപോയി കൊടുത്താൽ പോരെ, എന്ത് വേണം? എഴുതി കൊടുക്കണം, അതായത് രജിസ്ട്രേഷൻ ആയിട്ട് കൊടുക്കണം. സോ വി ക്യാൻ സേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെ സ്ഥാവര സ്വത്തുക്കള് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കണം. ഇത് നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന സങ്കീർണമായ സ്വഭാവമുള്ള ഒരു ക്രിമിനൽ കുറ്റം മൂലം സർക്കാരിന് നഷ്ടം സംഭവിച്ചാൽ ഓഫീസ് മേധാവി ആരുടെ വിദഗ്ധ സഹായം അഭ്യർത്ഥിക്കണം? ഒരു ഉദ്യോഗസ്ഥൻ സങ്കീർണ സ്വഭാവമുള്ള ക്രിമിനൽ കുറ്റം ചെയ്തു, അതിൽ സർക്കാരിന് വലിയ നഷ്ടം വന്നു, അങ്ങനെയാണ് ഒരു വിദഗ്ധ സഹായം വേണം.
അത് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസറിൽ നിന്നുള്ള ഒരു ഓഡിറ്റ് ഓഫീസറുടെ സഹായമാണ്. ഇത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എത്രയൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആൻസർ, അക്കൗണ്ടന്റ് ജനറലിൽ നിന്നുള്ള ഒരു ഓഡിറ്റ് ഓഫീസർ, AG ഓഫീസിൽ നിന്നുള്ള ഒരു ഓഡിറ്റ് ഓഫീസറുടെ സഹായം അഭ്യർത്ഥിക്കണം. അതാണ് ആൻസർ. ഇങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്തിനാ AGയിൽ നിന്നുള്ള ഓഡിറ്റ് ഓഫീസർ വരുന്നത്? അവർ വന്നാലേ ഇത് എന്തൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന കാര്യം പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള ഓഫീസർമാര് വരണം. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കുറ്റകൃത്യത്തിന്റെ സൂക്ഷ്മമായി പരിശോധിക്കണം, കണക്കിൻ രേഖയൊക്കെ പരിശോധിക്കുമ്പോൾ മാത്രമേ ഇത് കുറ്റകൃത്യത്തിന്റെ ആഴവും നഷ്ടത്തിന്റെ യഥാർത്ഥ കണക്കും കണ്ടെത്താൻ പറ്റുള്ളൂ. അത് പ്രത്യേക വിദഗ്ധരായിട്ടുള്ള ഓഡിറ്റർമാരുടെ സഹായം തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ ആൻസർ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള ഓഡിറ്റ് ഓഫീസർമാരുടെ സഹായം അഭ്യർത്ഥിക്കണമെന്നാണ് ആൻസർ. അടുത്തത് ഡെലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The legislative control of public expenditure is through. The legislative control of public expenditure is through. അതായത് പൊതു ചെലവുകളുടെ നിയമനിർമ്മാണ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? അതായത് വരും വർഷത്തിലെ ഓരോ വകുപ്പിനും എത്ര തുക വേണം എന്ന് കണക്കാക്കി ബജറ്റ് തയ്യാറാക്കുന്നത് ശരിക്കും ഗവൺമെന്റും ധനകാര്യ വകുപ്പുമാണ്. ഇതിൽ നിയമസഭ നിർമ്മാണ സഭയ്ക്ക് ലെജിസ്ലേറ്ററിന് നേരിട്ടുള്ള നിയന്ത്രണമില്ല. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അവലോകനമാണ്. എങ്ങനെ? പൊതു ചെലവുകളുടെ നിയമനിർമ്മാണ നിയന്ത്രണം എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അവലോകനമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ CAG തയ്യാറാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആദ്യം എന്ത് ചെയ്യും? നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC വിശദമായി അവലോകനം ചെയ്യും. എന്നിട്ട് സർക്കാരിനോട് വിശദീകരണം ചോദിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വഴിയാണ് ഈ നിയമനിർമ്മാണ സഭ പൊതു ചെലവുകളിൽ തങ്ങളുടെ ഒരു കൺട്രോൾ, അതായത് ഈ ലെജിസ്ലേറ്റീവ് കൺട്രോള് ഉറപ്പാക്കുന്നത്. ഇപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ അത് തോന്നി. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മൾ ഒരു പാലം പണിയുന്നതിനായിട്ട് PWD ബജറ്റിൽ 50 കോടി രൂപ അനുവദിച്ചു. അത് ചെലവഴിക്കുകയും ചെയ്തു. സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ ഈ 50 കോടി രൂപ കൃത്യമായി നിയമങ്ങൾ പാലിച്ചാണോ ചെലവഴിച്ച് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് CAG പരിശോധിക്കും. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷം CAG ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കും. അപ്പൊ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കും. എങ്ങനെ? നിയമസഭയിലെ ജനപ്രതിനിധികൾ അടങ്ങുന്നവരാണ് ഈ PAC എന്ന് പറയുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഈ റിപ്പോർട്ട് അവലോകനം ചെയ്യും ആര്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ തുക വകമാറ്റി ചെലവഴിക്കുകയോ അനാവശ്യ ചെലവുകൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ നടപടിക്ക് ശുപാർശയും ചെയ്യുകയും ചെയ്യും. അത്തരത്തിലാണ് ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു നിയമസഭ അവരുടെ ചെലവുകളുടെ കൺട്രോൾ നടത്തുന്നത്, പൊതു ചെലവുകളുടെ കൺട്രോൾ നടത്തുന്നത് ത്രൂ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ദ ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ത്രൂ. പൊതു ചെലവുകളുടെ നിയമനിർമ്മാണ നിയന്ത്രണം ഏത് വഴിയിലാന്ന് ചോദിച്ചാല് ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അവലോകനം വഴിക്കാണ്. റിവ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം. റെമിറ്റൻസ് ബുക്ക് വിത്ത് ഹെഡിങ് സ്റ്റാമ്പ്സ് ഈസ് യൂസ്ഡ് ഇൻ. അതായത് ഡാഷിൽ ഹെഡിങ് സ്റ്റാമ്പുകളുള്ള റെമിറ്റൻസ് ബുക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അത് ഹെഡിങ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സീല് പോലത്തെയാണ്. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്റ്റാമ്പ് അല്ല. അപ്പോൾ അത്തരത്തിലുള്ള റെമിറ്റൻസ് ബുക്ക് എവിടെയാണ് ഉപയോഗിക്കുക? അത് റെമിറ്റൻസ് ബുക്ക്, ഹെഡിങ് സ്റ്റാമ്പുള്ള റെമിറ്റൻസ് ബുക്ക് എന്ന് പറയുന്നത് കോടതികളിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സർക്കാർ ഓഫീസിൽ പണം അടയ്ക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും വിവിധ തരത്തിലുള്ള രജിസ്റ്ററും ബുക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ല, പക്ഷെ ഇതിൽ സർക്കാർ ഓഫീസിലാണെങ്കിൽ ഇതിൽ ഹെഡിങ് സ്റ്റാമ്പുകളുള്ള റെമിറ്റൻസ് ബുക്ക് കോടതി മാത്രമേ ഉപയോഗിക്കൂ. സാധാരണ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാവില്ല. അപ്പൊ കോടതികളിൽ ഫീസ്, പിഴ, മറ്റ് കോടതി സംബന്ധമായ തുകയൊക്കെ അടയ്ക്കുമ്പോൾ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് തുക വരവ് വെക്കേണ്ടത് എന്ന് കാണിക്കുന്ന ഹെഡിങ് സ്റ്റാമ്പുകൾ പതിച്ച റെമിറ്റൻസ് ബുക്കാണ് ഉപയോഗിക്കുന്നത്.
അത് ഓൾറെഡി ഹെഡ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തിയ അത് സീല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള സീല് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാത്രം, അതുകൊണ്ട് കോടതികളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഹെഡിങ് സ്റ്റാമ്പുകളുള്ള റെമിറ്റൻസ് ബുക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു വിദൂര സ്ഥാപനത്തിന് അനുവദിച്ച മുൻകൂർ ഭാഗിക പേയ്മെന്റ് ശതമാനം. ഇൻ പർച്ചേസ് ഓഫ് സ്റ്റോഴ്സ്, പെർസെൻറ്റേജ് ഓഫ് അഡ്വാൻസ് പാർട്ട് പേയ്മെന്റ് അലൗഡ് ടു എ ഡിസ്റ്റന്റ് ഫേമീസ്. ദൂരെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വളരെ ദൂരെയുള്ള ഒരു സ്ഥാപനത്തിനാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തത്. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുത്താൽ അവർക്ക് നമ്മൾ അഡ്വാൻസ് പാർട്ട് പേയ്മെന്റ് അനുവദിക്കാം. എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. അപ്പോൾ അനുവദിക്കുന്ന ശതമാനം എന്ന് പറയുന്നത് 90% എന്നാണ് ആൻസർ. ബാക്കി 10% സാധനങ്ങൾ എത്തിയതിനു ശേഷം അത് വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ മുൻകൂറായി കൊടുക്കുന്നതിന് പ്രൊവിഷൻ ഉണ്ട് ചേട്ടോ, അത് നമ്മൾ മനസ്സിലാകണം. അടുത്ത ചോദ്യം. അവകാശി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ക്ലോസ് ചെയ്ത ഒരു SB അക്കൗണ്ടിന്റെ പണമടയ്ക്കൽ ശേഷിക്കുന്ന തുക എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരു ട്രഷറിയിൽ ഉള്ള ഒരു സേവിങ്സ് ബാങ്ക്, ട്രഷറി സേവിങ്സ് ബാങ്കിന്റെ ഉടമ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ പണം കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടിക്കൊടുക്കുക കുറച്ച് താമസം വരും. അത് കിട്ടി വരുമ്പോൾ അപ്പോൾ മാത്രമേ അവകാശികൾക്ക് ഈ SB അക്കൗണ്ടിലെ പണമടച്ച തുക കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യില്ലെങ്കിൽ ആ തുക റവന്യൂ നിക്ഷേപമായിട്ട് അല്ലെ റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് മാറ്റും ഗവൺമെന്റ്. ഒരു അവകാശികൾ വന്നില്ല എങ്കിൽ ഈ SB എമൗണ്ട്, ട്രഷറികളിലൊക്കെയുള്ള SB എമൗണ്ട് റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ ഇവിടെ റവന്യൂ ഡിപ്പോസിറ്റാ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇതിന്റെ കുറച്ച് വിശദീകരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൈവശം താൽക്കാലികമായ സൂക്ഷിക്കേണ്ടതോ ആയ തുകകളിൽ കൃത്യമായി അവകാശികൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാകത്തുണ്ടോ, ലീഗൽ ഹയർഷിപ്പ് കിട്ടാത്തത് കൊണ്ടാവാം, അവകാശികൾ ഇല്ലാത്തത് കൊണ്ടും ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള തുകകൾ റവന്യൂ നിക്ഷേപമായിട്ട് കണക്കാക്കി ട്രഷറിയിൽ സൂക്ഷിക്കും. അത് ട്രഷറിയിൽ തന്നെ സൂക്ഷിക്കാം, പക്ഷെ അത് കാറ്റഗറി റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പൊ നമ്മളൊരു സേവിങ്സ് ബാങ്കിലുള്ള പണം ഒരാൾ മരണപ്പെട്ട് അയാൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതിലുള്ള പണം ആർക്ക് നൽകണം എന്നറിയാൻ വേണ്ടി എന്ത് വേണം? ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നാൽ ബന്ധുക്കൾക്ക് ഇത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥ സമയത്ത്. ഇങ്ങനെ അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇങ്ങനെ പണം കൊടുത്ത് മാറ്റി വെക്കുന്ന തുക റവന്യൂ നിക്ഷേപമായിട്ട് മാറ്റി സൂക്ഷിക്കപ്പെടും. പിന്നീട് നമ്മൾ ഈ അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ഈ തുക അർഹരായ വ്യക്തിക്ക് നൽകുകയും ചെയ്യും കേട്ടോ. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ തുക ഗവൺമെന്റിലേക്ക് അടിച്ചു മാറ്റുമെന്നല്ല, റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവകാശികളെ എല്ലാ രേഖകളും സഹിതം അവകാശികൾ വരുമ്പോൾ ഈ തുക കൊടുക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം. ദ പ്രീമിയം ഓഫ് ഫിഡലിറ്റി ഇൻഷുറൻസ് ഈസ് പെയ്ഡ് ബൈ. ഫിഡലിറ്റി ഇൻഷുറൻസിന്റെ പ്രീമിയം ആരാണ് അടയ്ക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിഡലിറ്റി ഇൻഷുറൻസ്, അതെ. അപ്പം നമ്മൾ സർക്കാർ ഓഫീസുകളിൽ പണം അല്ലെങ്കിൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ, പ്രത്യേകിച്ച് കാഷ്യർമാർ പോലെയുള്ളവർ, അവരുടെ എന്തെങ്കിലും അവർ തന്നെ തിരിമറി നടത്തുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിനായിട്ട് എടുക്കുന്ന ഇൻഷുറൻസ് ആണിത്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ, എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ഉണ്ട്. ഇയാൾക്ക് വ്യക്തിക്കാണ് ഇൻഷുറൻസ്, ആ സെക്ഷനാണ് ഇൻഷുറൻസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഈ ഫിഡലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ഈ പണം കൈകാര്യം ചെയ്യുന്ന തൻ്റെ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടബിളുടെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ട ഇൻഷുറൻസ് ആണിത്. ആ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക അടയ്ക്കേണ്ടത് ഓഫീസ് മേധാവിയാണ്. ആ വകുപ്പിന്റെ ഓഫീസ് മേധാവി കണ്ടിജന്റ് ഫണ്ടിൽ നിന്നാണ് ഇത് എടുത്ത് അടയ്ക്കേണ്ടത്. കണ്ടിജന്റ് ഫണ്ടിൽ നിന്ന് ഓഫീസ് മേധാവി അടയ്ക്കണം. ഹെഡ് ഓഫ് ഓഫീസ് ഫ്രം കണ്ടിജൻസീസ് എന്നാണ്
അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം. To avoid double payments, a countersigning authority TA bills should keep അതായത് ഇരട്ടി പേയ്മെന്റുകൾ ഒഴിവാക്കാൻ TA ബില്ലുകളുടെ കൗണ്ടർ ഒപ്പിടൽ അതോറിറ്റി ഒരു ചെക്ക് രജിസ്റ്റർ, ഫോം 9B ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കണം എന്നാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡി, ചെക്ക് രജിസ്റ്റർ ഓഫ് ഫോം 9B. അതായത് ഫോം 9B പ്രകാരമുള്ള ഒരു ചെക്ക് രജിസ്റ്റർ ആര് സൂക്ഷിക്കണം? ഈ കൗണ്ടർ സൈൻ ചെയ്യുന്ന അതോറിറ്റി സൂക്ഷിക്കണം. നമ്മൾ ചില TA ബില്ലുകൾ കൗണ്ടർ സൈൻ ചെയ്തിട്ട് മാത്രമേ അത് ട്രഷറിയിൽ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബില്ലൊക്കെ തയ്യാറാക്കി നമ്മൾ ഇത് കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടി സമർപ്പിക്കും. അപ്പോൾ കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടി സമർപ്പിച്ച് വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിച്ചാൽ അത് കൗണ്ടർ സൈൻ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയാണ് ഇരട്ട പേയ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ പേയ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ TA ബില്ലിന്റെ ഒരു ഡീറ്റെയിൽ, അത് ചെക്ക് രജിസ്റ്റർ അവിടെ കൗണ്ടർ സൈനിങ് അതോറിറ്റി സൂക്ഷിച്ചിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതില് ഈ 9B പ്രകാരമുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് ബില്ലുകളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താനും ഒരേ ബില്ലിന്മേൽ വീണ്ടും തുക മാറുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സർക്കാർ ഫണ്ടുകൾക്ക് നഷ്ടം സംഭവിച്ചതായി തെളിയിക്കപ്പെട്ടാൽ ഏത് സാഹചര്യത്തിലാണ് പണം തിരിച്ചുപിടിക്കാൻ കഴിയുക? In which case of losses of government funds does cash recovery arise only if malafide is proven? അതായത് ഇയാളുടെ ഈ സർക്കാർ ഫണ്ടുകൾക്ക് നഷ്ടം തെളിയിക്കപ്പെട്ടാലാണ്. അതേത് തരത്തിലാണ് തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നാണ് ചോദ്യം. അപ്പോ അതിന്റെ ആൻസർ ഭരണപരമായ വീഴ്ച മൂലമുള്ള അധിക ചെലവ്, അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ്. ഭരണപരമായ വീഴ്ച മൂലം ഒരു നഷ്ടം സംഭവിച്ച, അതാണ് ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് സംഭവിച്ചാലാണ് തിരിച്ചു പിടിക്കാൻ പറ്റുക. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഓഫീസിൽ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളാവാം, നടപടിക്രമങ്ങളിലോ വരുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തകരാറുകൾ മൂലം സർക്കാരിന് നഷ്ടം വന്നാൽ അത് മാത്രം പോരാ, അതിൽ ഒരു മാലഫൈഡ്സ് അഥവാ ദുരുദ്ദേശപരമോ അല്ലെങ്കിൽ ബോധപൂർവമായോ വഞ്ചനയോ ഉണ്ടെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ, അത് ക്യാഷ് റിക്കവറി നടത്താൻ വേണ്ടി നിയമപരമായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം 61. ഒരു കരാറുകാരൻ ഒരു സർക്കാർ ഉപകരണം തിരികെ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ എന്ത് നടപടി സ്വീകരിക്കണം? ഇഫ് എ കോൺട്രാക്ടർ ഫെയിൽസ് ടു റിട്ടേൺ എ ഗവൺമെന്റ് ടൂൾ, വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ? അങ്ങനെയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് ചോദ്യം. അത് നടപടി എന്ന് പറയുന്നത്, ഇപ്പോൾ സർക്കാർ ഉപകരണങ്ങളോ മെഷീനറികളോ ഒക്കെ കരാറുകാരൻ തിരികെ നൽകാൻ പരാജയപ്പെട്ടാല് കരാറുകാരനിൽ നിന്ന് ആ ഉപകരണത്തിന്റെ യഥാർത്ഥ വിലയോടൊപ്പം സെന്റേജ് ചാർജും കൂടി എടുക്കാം. അതാണ് ഇവിടെ ആൻസർ. അതിന്റെ മൂല്യവും, നഷ്ടപ്പെട്ട സാധനത്തിന്റെ മൂല്യവും തിരിച്ചു തരാത്ത സാധനത്തിന്റെ മൂല്യവും സ്റ്റോറിന്റെ മൂല്യവും സെന്റേജ് ചാർജുകളും എടുക്കുക, പിടിച്ചെടുക്കണം. റിക്കവർ ഇറ്റ്സ് വാല്യൂ ആൻഡ് സെന്റേജ് ചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം. 5 ലക്ഷത്തിൽ താഴെ വിലയുള്ള വാങ്ങൽ സ്റ്റോറുകളുടെ വൈകിയുള്ള ഡെലിവറി ഓർഡറുകൾ പ്രകാരം ഡാഷ് പ്രകാരം സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ 5 ലക്ഷത്തിൽ താഴെ വിലയുള്ള സ്റ്റോറുകൾ ഓർഡർ കൊടുത്തു, അപ്പോൾ ഡെലിവറി വൈകി. അങ്ങനെ ഡെലിവറി എപ്പോഴെങ്കിലും കൊണ്ടു തന്നാൽ നമ്മളത് സ്വീകരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥർക്കും അധികാരമില്ല. അപ്പോൾ ഇത് ഡെലിവറി വൈകി കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെയുള്ള, അത് ഷോർ പർച്ചേസ് മാനുവലിൽ പറയുന്ന കാര്യമാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്റ്റോറുകൾ ഡെലിവറി ചെയ്യണമെന്നാണ് കണക്ക്. എന്നാൽ വൈകിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ബന്ധപ്പെട്ട സെക്രട്ടറി ഓഫ് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, ആ വകുപ്പിലെ സെക്രട്ടറിക്ക് മാത്രമേ അത് സ്വീകരിക്കാനുള്ള, ഉത്തരവിടാനുള്ള അധികാരമുള്ളൂ. അടുത്ത ചോദ്യം 63. കോടതിയിൽ തെളിവ് മൂല്യമുള്ള രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്?
ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്. മെഷർമെന്റ് ബുക്ക് കോടതിയിലെ ഒരു തെളിവായിട്ടുള്ള രേഖ തന്നെയാണ് മെഷർമെന്റ് ബുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാത്താണ്. കോടതിയിൽ തെളിവ് മൂല്യമുള്ള രേഖ, ദ ഡോക്യുമെന്റ് വിച്ച് ഹാഡ് എവിഡൻസ് വാല്യൂ ഇൻ എ കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത് ഇവിടെ മെഷർമെന്റ് ബുക്കാണ്. പിന്നെയുള്ള രേഖകൾ എഗ്രിമെന്റ് രജിസ്റ്റർ, സാങ്ഷൻ രജിസ്റ്റർ, പ്രൊജക്ട് രജിസ്റ്റർ, അതൊന്നുമല്ല. ഓപ്ഷൻ എ മെഷർമെന്റ് ബുക്ക്, നമ്മൾ ഇതിനെ എം ബുക്ക് എന്ന് കൂടി പറയും. ഒരു വർക്ക് ചെയ്താൽ അതിന്റെ അളവെടുത്ത് രേഖപ്പെടുത്തുന്ന ബുക്കാണ് മെഷർമെന്റ് ബുക്ക്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ സെക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ടേബിൾ. സാമ്പത്തിക ആവശ്യകത പട്ടികയുടെ ഒരു വിഭാഗമല്ലാത്തത് ഏതാണ്? അതിന്റെ ഇത് പറയണം നമ്മൾ. ഒന്ന്, ഒബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. 2, ബി, ധനസഹായ സ്രോതസ്, സോഴ്സസ് ഓഫ് ഫിനാൻസിങ്. 3, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ സാമ്പത്തിക ആവശ്യകത പട്ടികയുടെ ഒരു വിഭാഗമല്ലാത്തത്? അതായത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്ന് പോകാം. ഇപ്പൊ ഇതില് ഒന്നാമത്തെ എ എന്ന് പറയുന്നത് സാമ്പത്തിക ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിളിൽ വരുന്ന ഒന്നാണ്. അതിന്റെ വിഭാഗം അല്ലാത്താണ് നമ്മളോട് ചോദിച്ചപ്പോൾ വരുന്നതാണ്. അതായത് പിന്നെ ഒബ്ജക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ശമ്പളം, യാത്രാപ്പടി, ഓഫീസ് ചെലവ് എന്നിങ്ങനെ വിവിധ ഒബ്ജക്റ്റുകൾക്കായി തുക വകയിരുത്താറുണ്ട്. അതുകൊണ്ട് അത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിളിൽ വരുന്നതാണ്. മറ്റേ രണ്ടാമത്തത് പദ്ധതിക്ക് ആവശ്യമായ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട്, സ്പോൺസർ മുതലായവ കാണിക്കുന്നതും ഏതാണ്? ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിളിന്റെ ഭാഗമാണ് ബിയും. എന്നാൽ സി എന്ന് പറയുന്നത് ഇൻപുട്ടുകളുടെയും ഔട്ട്പുട്ടുകളുടെയും ക്ലാസിഫിക്കേഷനാണ്, വർഗീകരണമാണ്. കാരണം അതാണ് ആൻസർ. അപ്പൊ അത് ഓപ്ഷൻ സി ആണ് ആൻസർ, ഇൻപുട്ടുകളുടെയും ഔട്ട്പുട്ടുകളുടെയും ക്ലാസിഫിക്കേഷൻ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് സാമ്പത്തിക ആവശ്യകത പട്ടികയുടെ അല്ലെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ടേബിളിന്റെ ഭാഗമല്ല, മറിച്ച് ഇതൊരു പ്രൊജക്റ്റിന്റെ സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ ഘട്ടങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒക്കെ. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 65ാമത്തെ ചോദ്യം, ഒരു പൊതുനിർമ്മാണത്തിനായി ഒരു മതപരമായ കെട്ടിടം എങ്ങനെ നീക്കം ചെയ്യും? ഒരു പൊതു നിർമ്മാണം നടത്തണം, ആ വഴിയിൽ ഒരു മതപരമായ കെട്ടിടമുണ്ട്, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പൊ ഇതിലെ എല്ലാ ഉത്തരവും ശരിയാണ്. എയും ബിയും സിയും ശരിയാണെന്നാണ് അത് ഇവിടുത്തെ ആൻസർ. സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് വേണം. 1, മതപരമായ കെട്ടിടത്തിൽ താല്പര്യമുള്ള ആളുകളുടെ പൂർണ്ണവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു സമ്മതം ഉണ്ടായിരിക്കണം. മതപരമായ മത അധ്യക്ഷന്മാരാണല്ലോ, അവരുടെ ഒരു സമ്മതം ഉണ്ടായിരിക്കണം. 3, സ്ഥലത്തിലെ പ്രധാന സിവിൽ അധികാരിയുടെ സമ്മതവും ഉണ്ടായിരിക്കണം. സ്ഥലത്തെ പ്രധാന സിവിൽ അധികാരിയുടെ സമ്മതവും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മതപരമായിട്ടുള്ള ഒരു കെട്ടിടം പൊതുനിർമ്മാണത്തിനായിട്ട് നമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യാം. അടുത്ത ചോദ്യം, ഓഫീസ് മേധാവി ടൂറിലാണെങ്കിൽ ക്യാഷ് ബാലൻസ് പരിശോധന ആരാണ് നടത്തുക? അത് ഓഫീസ് മേധാവിയുടെ തൊട്ട് താഴെയുള്ള ഗസറ്റഡ് അല്ലെങ്കിൽ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അത് ചെയ്യുക. അത് നമ്മൾ സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പറയാവുന്ന ഒരു ആൻസറാണ്. ഓഫീസ് മേധാവി ടൂറിലാണെങ്കിൽ ക്യാഷ് ബാലൻസ് പരിശോധന ആരാണ് നടത്തുക എന്ന ചോദ്യം. അപ്പോൾ അത് ആ ഓഫീസ് മേധാവിയുടെ തൊട്ട് താഴെയുള്ള, റാങ്കിന് തൊട്ട് താഴെയുള്ള ഒരു ഗസറ്റഡോ നോൺ ഗസറ്റഡോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.